തെറ്റുകൾ ഇവരോട് പൊറുക്കേണമേ. സ്നേഹ സങ്കീർത്തനം പാടുന്ന വെണ്ണിലാവാഗതമാ ജോർദാൻ നദി. മാമരുഭൂമിയിൽ ഏകാന്ത വീഥിയിൽ അലറുന്ന തിന്മ തന്നരികിൽ സത്യത്തിൻ വഴിയെ വിളിച്ചു. കാറ്റിനെ കടലിനെ ശാന്തമാക്കിയവൻ കടലിന്റെ മീതെ നടന്നു. അഞ്ചപ്പം കൊണ്ടവനയ്യായിരങ്ങൾക്ക് തൻ ദിവ്യകാരുണ്യമേകി. അന്ധനും ബധിരനും മൂകനും അവിടുത്തെ ഘോഷാന ഗീതികൾ പാടി. മനുജന്റെ ക്രൂരത താണ്ഡവമാടി. സ്നാപക ശിരസവർ ഛേദിച്ചു. 30 വെള്ളിപ്പണത്തിൻ കിലുക്കത്തിൽ എല്ലാം മറന്നു മനുഷ്യൻ. 30 വെള്ളിപ്പണത്തിൻ കിലുക്കത്തിൽ എല്ലാം മറന്നു മനുഷ്യൻ. എല്ലാം മറക്കും മനുഷ്യൻ. എല്ലാം മറക്കും മനുഷ്യൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാകുന്നു.
വാവോ വാവോ പൊന്മകനേ, വാവോ വാവോ എൻ മകനേ, വാരിളം ചുണ്ടിൽ പുഞ്ചിരിയോടെ വാവോ വാവോ ചാഞ്ഞുറങ്ങ്. വാരിളം ചുണ്ടിൽ പുഞ്ചിരിയോടെ വാവോ വാവോ. അമ്മ, അമ്മ, പിതാവ്, പിതാവ്, ദൈവം. പറയ്, ദൈവം. അമ്മ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? മനുഷ്യരാരും ദൈവത്തെ കണ്ടിട്ടില്ല. അമ്മയും കണ്ടിട്ടില്ല? നമുക്കാർക്കും ദൈവത്തെ കാണാൻ പറ്റില്ല. അതെന്താ? ദൈവം സ്വർഗത്തിലാ. അമ്മയ്ക്ക് സ്വർഗത്തിൽ പോയിക്കൂടെ? അങ്ങനെ എല്ലാവർക്കും സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. അതെന്താ? മരിച്ചു കഴിഞ്ഞാലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ. അമ്മയ്ക്ക് മരിച്ചാൽ എന്താ? മരിക്കണം. എന്റെ ഈ പൊന്നുമോനൊന്ന് വലുതാവട്ടെ. സ്വർഗത്തിൽ പോണം, ദൈവത്തെ കാണണം. ഞാനും വരാം ദൈവത്തെ കാണാൻ. പക്ഷെ എനിക്ക് മരിക്കാൻ പേടിയാ. മരിക്കുമ്പോ ഞമ്മള് നെഞ്ചിലിങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടന്നാ മതി, ഒട്ടിപ്പിടിച്ച് കിടന്നാ മതി, ഒട്ടിപ്പിടിച്ച് കിടന്നാ മതി. ഞമ്മള് നെഞ്ചിലിങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടന്നാ മതി, ഒട്ടിപ്പിടിച്ച് കിടന്നാ മതി, ഒട്ടിപ്പിടിച്ച് കിടന്നാ മതി. മോനെ, മോനെ, കണ്ണൂർക്ക്, കണ്ണൂർക്ക്. എന്തെങ്കിലും പറ്റിയോ മോനെ? എന്തെങ്കിലും പറ്റിയോ? പൊടി പോയി. അത് സാരമില്ല. മോൻ എന്തെങ്കിലും പറ്റിയോ? നമുക്കേ വേറെ പൊടി വാങ്ങിക്കാട്ടോ. പാവം പൊടി. വാ, ഞാൻ കുളിപ്പിക്കാം. വാ. ഇവിടെ നിൽക്കാം. ഇനി റൊട്ടി ഉണ്ടാക്കാൻ എന്ത് ചെയ്യും? അതിന് മാവ് പൊടി അമ്മ വേറെ ഉണ്ടാക്കിക്കൊള്ളാം. അമ്മ എന്നോട് എന്നാ ദേഷ്യപ്പെടാത്തത്? അതിന് മോൻ കുസൃതിയൊന്നും കാണിച്ചില്ലല്ലോ. പൊടി കളഞ്ഞത് ഞാനല്ലേ? അത് തനിയെ വീണതല്ലേ. മോൻ പിടിക്കാൻ പോയതല്ലേ ഉള്ളൂ. ആ പാത്രത്തിന്റെ പിന്നിൽ വലിയൊരു എലി ഉണ്ടായിരുന്നു. ആ എലി അത് തട്ടിക്കളഞ്ഞത്. ആണോ? അമ്മ ശരിക്കും കണ്ടതാ. ഇത്രയും വലിപ്പമുള്ള എലിയായിരുന്നു. എന്റെ അത്രയും വലിപ്പമുള്ളതാ? കുറച്ചു കുറയും. ഞാൻ തനിയെ കുളിക്കാം. വേണ്ട, അമ്മ കുളിപ്പിച്ചു തരാം. ഞാൻ കുളിച്ചോളാന്ന് പറഞ്ഞില്ലേ? ഈ നദിക്ക് വലിയ ആഴമുള്ളതാ. ഈ നദി എവിടേക്കാണ് പോകുന്നത്? കടലിലേക്ക്. അതെവിടെയാ? വളരെ ദൂരത്തിലാ. നമ്മുടെ വീടിന്റെ അത്രയും ദൂരമുണ്ടോ? അതിനേക്കാളും ദൂരത്തില്. എന്തിനാ കടലിലേക്ക് പോകുന്നത്? കുളി കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ടാ പോവാ? വീട്ടിലേക്ക്. അതുപോലെ തന്നെയാ.
അതിന് ഈ നദി എവിടെയാ കുളിക്കുക? ഇവിടെ തന്നെ. ഇവിടെയോ? ഈ നദി കുളിക്കുന്നത് ഇതിന്റെ അടിയിലാ. വാ, കുളിച്ചത് മതി. മോൻ ഇനി ഇവിടെ നിൽക്ക്. അമ്മയ്ക്ക് മോന്റെ ഉടുപ്പ് കഴുകണം. വാ. ഞാൻ ഇവിടെ നിന്നോളാം. അമ്മ തുണി കഴുകിക്കോളൂ. അത് വേണ്ട. ഞാൻ ഇവിടെ തന്നെ നിൽക്കാം. ദേ, നല്ല ആഴമുള്ളതാ, അങ്ങോട്ട് പോകരുതേ. മോനെ, ഉണ്ണി, ഉണ്ണി, മോനെ, ഉണ്ണി, 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 മോനെ. അമ്മ എന്തിനാ എന്നെ വിളിച്ചത്? മോനെ, എന്റെ പൊന്നു മോനെ, മോൻ ഇത്ര നേരം എവിടെയായിരുന്നു? അതെ, ഈ നദി കുളിക്കുന്ന സ്ഥലം കാണാൻ പോയതാ ഞാൻ. അമ്മ എന്തിനാ കരയുന്നത്? സന്തോഷം കൊണ്ടാ. എന്നെ കാണാതായപ്പോൾ അമ്മ എന്ത് വിചാരിച്ചു? മോനെ കാണാതെ ഈ അമ്മയ്ക്ക് ഞാൻ മരിച്ചു പോയെന്ന് വിചാരിച്ചോ? ഇല്ല ഉണ്ണി, ഇല്ല. ഉണ്ണി ഇപ്പൊ മരിക്കില്ലെന്ന് അമ്മയ്ക്കറിയാം. പിന്നെ എപ്പോഴാ ഞാൻ മരിക്കുക? അമ്മേ, എനിക്ക് ഉറങ്ങണം. ദുഃഖത്തിൻ പാതയിൽ കാലിടറാതെ സ്നേഹത്തിൻ സാഗരമായി നിറയണം. ദുഃഖിതർക്കാശ്വാസമായി നീ എന്നും വാഴേണം, വാഴേണമെൻ മകനേ. വാവോ വാവോ പൊന്മകനേ, വാവോ വാവോ എൻ മകനേ. എല്ലാവർക്കും തണലായി വാഴേണം, എല്ലാവർക്കും തുണയായി വളരേണം. ദൈവത്തിൻ നാമം, ദൈവത്തിൻ നാമം ചൊല്ലേണം. ദൈവത്തിൻ മകനായി വളരേണം. ദൈവത്തിൻ നാമം ചൊല്ലേണം നീ. ദൈവത്തിൻ മകനായി വളരേണം. വാവോ വാവോ പൊന്മകനേ, വാവോ വാവോ
കണ്ടാൽ കൊന്നുകളയുമെന്നാണ് അവർ പറയുന്നത്. ആരും ആരെയും കൊല്ലാൻ പാടില്ല, അത് തെറ്റാണ്, പാവമാണ്. പിന്നെ എങ്ങനെ അവർ എന്നെ കൊല്ലുന്നത്? ഞങ്ങൾക്ക് പേടിയാകുന്നു. അവർ കൊല്ലുവാൻ പോകുന്നു എന്നെയല്ലേ? അതിന് നിങ്ങൾ എന്തിനാ ഭയക്കുന്നത്? യേശു ഞങ്ങളുടെ കൂട്ടുകാരനല്ലേ? അതെ, നല്ല കൂട്ടുകാരൻ. അവരെന്നെയാണ് കൊല്ലുവാൻ വരുന്നതെങ്കിൽ യേശുവിന് ഭയമുണ്ടാകില്ലേ? ഇല്ല, നിങ്ങളെ ഉപദ്രവിക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ല. എന്നെ വധിക്കുവാൻ ആലോചിക്കുന്നവരെ എനിക്ക് ഉടനെ ഒന്ന് കാണണം. വരിൻ, നമുക്ക് അവരുടെ അടുത്തേക്ക് തന്നെ പോകാം. അതെന്തിനാണ്? നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാമല്ലോ. കൊല്ലുവാൻ മാത്രം എന്ത് തെറ്റാണ് യേശു അവരോട് ചെയ്തതെന്ന്? അപ്പോൾ അവരതിന് ഉത്തരം തരണമല്ലോ. അവർ പറയുന്നത് ന്യായമാണെങ്കിൽ അവർക്ക് യേശുവിനെ കൊല്ലാം. മറിച്ച് അവർക്കെന്തെങ്കിലും തെറ്റിദ്ധാരണയാണ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് പറഞ്ഞു തിരുത്തി യേശുവിനെ കൊല്ലുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാമല്ലോ. യേശു പറയുന്നതും ശരിയാണ്. എന്നാലും അവരിപ്പോൾ നമ്മുടെ ശത്രുവല്ലേ? അല്ല, ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യന്റെ ശത്രുവല്ല. എന്തായാലും അവരുടെ മുന്നിൽ പോകുന്നത് അപകടം തന്നെയാണ്. ഒരു അപകടവുമില്ല. ഇനി സമയം കളയാനില്ല. വരുവിൻ, യേശുവിന്റെ കൂടെ വരുവിൻ. ഞങ്ങൾക്ക് ഭയമാകുന്നു യേശു. നമ്മളെ അവര് കൊല്ലും. നിങ്ങളോട് യേശുവാണ് പറയുന്നത്. നിങ്ങൾ ഭയപ്പെടരുത്. ഞാൻ ആദ്യം തനിച്ചെന്നവരെ കാണട്ടെ. എന്നാൽ ഞാനും വരും. കൊല്ലുന്നെങ്കിൽ നമ്മൾ എല്ലാവരെയും കൊല്ലട്ടെ. യേശുവിനെ ഞങ്ങൾ തനിച്ചു വിടില്ല. ഞാൻ തനിച്ചല്ല. പിതാവായ ദൈവം എപ്പോഴും നമ്മുടെ കൂടെ തന്നെയുണ്ട്. എനിക്കൊരാപത്തും വരുത്തില്ല. ഞാൻ വിളിക്കുമ്പോൾ വരണം. ശത്രുസങ്കേതത്തിൽ തന്നെ വരാൻ ധൈര്യം കാണിച്ച നീ മരിക്കാൻ തയ്യാറായി തന്നെയാണോ? ഇവനെ ഇപ്പോൾ തന്നെ കൊന്നു. അരുത്.
എന്നെ നീ ശരിക്കും അറിയുമോ? അറിയും. എങ്ങനെ? നമ്മുടെ പിതാവിലൂടെ. നമ്മുടെ പിതാവോ? അതെ. എന്ന് വെച്ചാൽ അങ്ങയുടെയും എന്റെയും പിതാവ്. എനിക്ക് പിതാവോ മാതാവോ പുത്രനോ ഭാര്യയോ ഇല്ല. തെറ്റ്. സത്യം. എനിക്ക് പിതാവില്ല, മാതാവില്ല, ഭാര്യയില്ല, മകനില്ല. ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞതല്ല അങ്ങേക്കുണ്ട്. നീ ആരാണ്? എന്തിനാണ് നീ എന്നെ നശിപ്പിക്കുന്നത്? നശിപ്പിക്കുകയോ? നിന്റെ ഗ്രാമം മുഴുവൻ എന്റെ പേര് കേട്ടാൽ ഞെട്ടി വിറയ്ക്കുമായിരുന്നു. നിന്റെ ഗ്രാമത്തിലെ സകല സമ്പത്തും എന്റെ കൈകളിലെത്തുമായിരുന്നു ഒറ്റ രാത്രി കൊണ്ട്. അതാണ് നീ തകർത്തത്. ഇവന്റെ ഗ്രാമത്തിലെ ആളുകളെ വിളിച്ചു നിർത്താൻ ഇനി ഉണ്ടാവരുത്. എന്നെ തടയരുത്. എനിക്ക് തന്നെ ഇവനെ കൊല്ലണം. എനിക്ക് തന്നെ ഇവനെ കൊല്ലണം. അതിനു മുമ്പ് നിനക്കൊരവസരം കൂടി ഞാൻ തരാം. ഞാൻ 3 ചോദ്യങ്ങൾ നിന്നോട് ചോദിക്കും. മറുപടി എനിക്ക് തൃപ്തിയായില്ലെങ്കിൽ നിന്നെ 3 കഷണങ്ങളാക്കി കുറുനരിക്ക് ഭക്ഷിക്കാൻ കൊടുക്കും ഞാൻ. ശരി, ചോദിച്ചോളൂ. 1-ാം ചോദ്യം. ഈ ചോദ്യത്തിന് നീ തരുന്ന മറുപടി ശരിയല്ലെങ്കിൽ നിന്റെ കാലുകൾ അരക്കെട്ട് വരെ ഞാൻ മുറിച്ചു മാറ്റും. മുറിച്ചെടുത്തോളൂ. ഞാൻ ആരാണ്? മനുഷ്യപുത്രൻ. മനുഷ്യപുത്രൻ. പിതാവ് ദൈവം സ്വന്തം രൂപത്തിലും ഭാവത്തിലും സ്വഭാവത്തിലും സൃഷ്ടിച്ച മനുഷ്യ പരമ്പരയിലെ ദൈവാംശം നിറഞ്ഞ മനുഷ്യപുത്രൻ തന്നെയാണ് അങ്ങ്. അധർമ്മിയായ സാത്താന്റെ പ്രലോഭനങ്ങളാൽ ദുഷ്പ്രവൃത്തികൾ ചെയ്യുമ്പോഴും അധർമ്മമരുത്, ധർമ്മം മാത്രം പ്രവർത്തിക്കുക എന്ന ദൈവത്തിന്റെ ഉൾവിളി അന്നും ഇന്നും മുഴങ്ങുന്ന ഈ ശരീരം പേറുന്ന അങ്ങ് എപ്പോഴും ദൈവഗുണം നിറഞ്ഞ മനുഷ്യപുത്രൻ തന്നെയാണ്. മറുപടി തൃപ്തി ഉണ്ടാക്കുന്നതാണെങ്കിൽ എന്റെ അരക്കെട്ട് മുതൽ മാറിടം വരെ മുറിച്ചു മാറ്റാനുള്ള 2ാമത്തെ ചോദ്യമാകാം. ഇല്ല, ഇല്ല, ഞാൻ മനുഷ്യനല്ല. ഞാൻ മനുഷ്യപുത്രനല്ല. ഞാൻ എങ്ങനെ മനുഷ്യപുത്രനാകും? മനുഷ്യനിൽ കുടികൊള്ളുന്നത് ദൈവാംശമാണെങ്കിൽ ഞാൻ എങ്ങനെ അതിന് അർഹനാകും? ദുഷ്ടതകൾ മാത്രമേ ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടുള്ളൂ. എത്രയെത്ര മഹാപാപങ്ങൾ, എത്രയെത്ര മനുഷ്യരെ കൊന്നു. എന്നിട്ടും ഞാൻ എങ്ങനെ മനുഷ്യനാകും, മനുഷ്യപുത്രനാകും? മൃഗത്തെക്കാൾ മ്ലേച്ഛമാണ് എന്റെ ജീവിതം. മൃഗത്തെക്കാൾ ക്രൂരനാണ് ഞാൻ.
കുറ്റബോധം, ഈ ഏറ്റുപറച്ചിൽ അത് തന്നെയാണ് ദൈവാംശം. ഇന്നതേ ചെയ്യാവൂ, ഇന്നത് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സ് പറയുന്നുണ്ട്. ദുഷ്ടപ്രവർത്തികളാണ് അങ്ങ് ചെയ്തിരുന്നതെന്ന് അങ്ങയുടെ നാവിൽ നിന്ന് വന്നതിന്റെ അർത്ഥം ആ പ്രവർത്തികൾ അരുതാത്തതായിരുന്നു എന്ന് അങ്ങയുടെ മനസ്സു തന്നെ പറഞ്ഞിരുന്നു എന്നാണ്. അങ്ങയുടെ മനസ്സിൽ ഇപ്പോഴും കുടികൊള്ളുന്ന നന്മയും തിന്മയും തിരിച്ചറിയുവാനുള്ള ആ മനസ്സു തന്നെയാണ് ദൈവാംശം. സംശയം വേണ്ട, അങ്ങ് ദൈവാംശം നിറഞ്ഞ മനുഷ്യപുത്രൻ തന്നെയാണ്. അടുത്ത ചോദ്യം കേൾക്കുവാൻ എനിക്ക് ധൃതിയായി. മടിക്കണ്ട, ചോദിച്ചോളൂ. ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? സമസൃഷ്ടികളായ ദൈവസൃഷ്ടിയുടെ എല്ലാമായ മനുഷ്യരാശിയുടെ തന്നെ നന്മയ്ക്ക് വേണ്ടിയാണ് അങ്ങ് ജീവിക്കേണ്ടത്. അത് സാധ്യമല്ല, എന്നോട് അതിന് കഴിയില്ല. എന്നാര് പറഞ്ഞു? ഞാൻ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളുടെ ഫലം, പാപങ്ങളുടെ ഫലം. ജീവിത പങ്കാളിയെ അങ്ങല്ലല്ലോ ഉപേക്ഷിച്ചത്. അവരല്ലേ അങ്ങേ ഉപേക്ഷിച്ചത്. ഏകമകനും കൈവിട്ട് പോയിന്ന് വിചാരിച്ചോ? അവൻ അങ്ങയുടെ കൂടെ തന്നെയുണ്ട്. എന്റെ മകൻ എവിടെ? എവിടെ? എവിടെ എന്റെ മകൻ? കാണിച്ചു തരാം. ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? സത്യങ്ങൾ. കഴിഞ്ഞ 30 വർഷങ്ങളായി അങ്ങയുടെ കൺമുമ്പിൽ തന്നെ അങ്ങയുടെ മകനുണ്ട്. എന്റെ കൺമുമ്പിലോ? വയസ്സുള്ളപ്പോൾ എനിക്ക് അവനെ നഷ്ടപ്പെട്ടതാണ്. പിന്നെ ഞാൻ ഒരിക്കലും അവനെ കണ്ടിട്ടില്ല. ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ഉണ്ട്. ജീവനോടെ 35-ാം വയസ്സിൽ അങ്ങേക്ക് അവനെ കാണാം. എവിടെ വെച്ച്? ഇവിടെ വെച്ച്. എപ്പോൾ? ഇപ്പോൾ. കുട്ടി ആരാണ്? ഇന്നേ വരെ ആരോടും പറയാത്ത എന്റെ ജീവിത രഹസ്യങ്ങൾ ഇത്രയും കൃത്യമായി പറയുന്ന കുട്ടി ആരാണ്? കൈകൂപ്പി ചോദിക്കുകയാണ്, ആരാണ് അങ്ങെന്ന് എന്നോട് പറഞ്ഞാലും. യേശു, യേശു, യേശു. യേശു, യേശു, യേശു.
എന്നാണ് എന്റെ പേര്. ദൈവമിട്ട പേരാണ്. ഇത്ര ചെറുപ്പത്തിൽ എങ്ങനെ ഇത്രയും കാര്യങ്ങൾ എന്നല്ലേ ചിന്തിച്ചത്? അതെ അതെ. 30 വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ 8 വയസ്സായ ഞാൻ എങ്ങനെ അറിഞ്ഞു എന്നല്ലേ? അതെ. യേശു എന്നും ഉണ്ടായിരുന്നു, എന്നും ഉണ്ടാകും, എന്നും ഉണ്ടാകും, എന്നും ഉണ്ടാകും, എന്നും ഉണ്ടാകും. നിന്റെ കഥ ഇതോടുകൂടെ അവസാനിക്കും. നിന്റെ ഒരു പിതാവ് ദൈവം. എന്തു പറഞ്ഞാലും നീ പറയുന്ന നിന്റെ പിതാവ് ദൈവം ഉണ്ടല്ലോ, നിന്നെ ഇവിടെ വന്ന് രക്ഷിക്കാൻ പറ. എന്നെ താഴെ ഇറക്കണം. ഇതാ കണ്ടോ, ഇത് ഞങ്ങൾ 3 പേരുടെയും കഠിനാധ്വാനമാണ്. പിതാവിനെ പരീക്ഷിക്കരുത്. പിതാവിനെയല്ല, നിന്നെയാണ് ഞങ്ങൾ പരീക്ഷിക്കാൻ പോകുന്നത്. ഇതാ കണ്ടോ, നല്ല എരിയുന്ന തീയാണ്. എന്തിട്ടാലും പൊരിച്ചെടുക്കാം. ഈ തീയിലൂടെ നിന്നെ നടത്തിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം നീ ഞങ്ങളുടെ യഹൂദരുടെ വിശ്വാസങ്ങളെ മുഴുവൻ അധിക്ഷേപിക്കുന്നു, ധിക്കരിക്കുന്നു. നീ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിനെ പിതാവെന്ന് വിളിക്കുന്നു. ദൈവത്തിന്റെ മകനാണ് നീ എന്നല്ലേ ആ പറഞ്ഞതിനർത്ഥം? അങ്ങനെ ഒരു മകൻ ഞങ്ങളുടെ ദൈവത്തിന് ഇല്ല. അതാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് നിന്നെ ഞങ്ങൾ ഇല്ലാതാക്കാൻ പോകുന്നു. എന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയും? കാണിച്ചു തരാം. നിങ്ങൾ എന്നെ ഈ അഗ്നിയിലൂടെ നടത്തിക്കാനല്ല തീരുമാനിച്ചിരിക്കുന്നത്. നീ മരിക്കണം. നീ തീയിൽ കിടന്ന് വെന്ത് പൊരിഞ്ഞു മരിക്കണം. വേദനിപ്പിക്കുന്നത് പാപമാണ് അല്ലേ? അതെ, ഒരു ജീവിയെയും വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കുന്നത് പാപം തന്നെയാണ്. അധിക പ്രസംഗി, ഇവനെ ഇല്ലാതാക്കണം. എന്നെ ഇല്ലാതാക്കിയാൽ നിങ്ങളും നിങ്ങളുടെ യഹൂദരും രക്ഷപ്പെടും എന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ അതെ, അതാണ് സത്യം. സമ്മതിച്ചു, ഞാൻ തയ്യാറാണ്. എന്നെ പിടിച്ച് ഈ അഗ്നിയിലേക്ക് ഇട്ടുകൊള്ളൂ. എന്താണ് നിന്ന് കളഞ്ഞത്? എന്നെ കൊണ്ട് അഗ്നിയിലേക്ക് അടുക്കാനാവുന്നില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ പുറകിലേക്ക് കേറി നിന്നോളൂ. എന്നെ വിശ്വസിക്കാം. കേറി നിന്നോളൂ. ഞാൻ തനിച്ചു നടന്ന് വെന്ത് മരിച്ചാൽ പോരെ? മതി മതി. ഞാൻ ഒന്നുകൂടെ പറയുന്നു, എന്റെ പിതാവിനെ പരീക്ഷിക്കരുത്. പിതാവിന് അത് ഇഷ്ടമല്ല.
ലോകാരംഭം മുതൽ ചൊരിയപ്പെട്ടിട്ടുള്ള സകല പ്രവാചകന്മാരുടെയും രക്തത്തിന് ഈ തലമുറ ഉത്തരം പറയേണ്ടി വരും. നീതിമാന്മാരെയല്ല, പാപികളെ തേടിയാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. മറിയം, വരൂ. പുറത്ത് ആൾപ്പെരുമാറ്റം ഒഴിഞ്ഞു കിട്ടാൻ കാത്തു നിൽക്കേണ്ടി വന്നു. വൈകിയപ്പോ എനിക്കും തോന്നി. ഇരിക്കൂ. ആഗ്രഹം പൂർത്തീകരിക്കാൻ എന്നെ സമീപിക്കുന്ന ഓരോ പുരുഷനും ഒരു ചടങ്ങ് പോലെ എന്നോട് പലതും പറയും. എന്റെ മനസ്സ് നിറയെ ഇഷ്ടം. ഇഷ്ടമാണ് പോലും. എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എന്നെ വിവാഹം കഴിച്ചുകൂടാ? നിന്നെ ഞാൻ വിവാഹം കഴിക്കും. എന്നെയോ? പല പുരുഷന്മാർക്കും ശരീരം വിറ്റഴിക്കുന്ന എന്നെയോ? അതെ, നിന്നെ തന്നെ. അവൻ ഈ വഴി വരുന്നത് ഞാൻ കണ്ടതാണ്. വരവ് കണ്ടിട്ട് ഇങ്ങോട്ട് തന്നെയാണ്. കഴിഞ്ഞ പ്രാവശ്യം അവൻ നമ്മളെ പറ്റിച്ചു. ഇപ്രാവശ്യം നമുക്ക് അവനെ കൈയോടെ പിടികൂടണം. കൈയോടെ പിടികൂടണം. വരി. മാനസാന്തരപ്പെടുവിൻ. തെറ്റുകൾ ഏറ്റുപറഞ്ഞ് അനുതപിക്കുവിൻ. നിങ്ങൾ രക്ഷ പ്രാപിക്കും.
ആശയം തോന്നുന്നു. നന്നായി കളിക്കാവുന്ന ഒരു ഉഗ്രം കളി. എന്ത് കളി? പറയാം. അതിനു മുൻപ് അവരോടൊപ്പം ശാന്തരാകാൻ പറയും. എല്ലാവരും ഒന്നടങ്ങണം, ആരും എറിയരുത്. നമുക്ക് ഇവിടെയും കൊണ്ട് അവന്റെ അടുത്തേക്ക് പോകാം. മോശയുടെ കൽപ്പന അനുസരിച്ച് ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതല്ലേ എന്ന് അവനോട് തന്നെ ചോദിക്കാം. ഇതിലെത്രയധികം എന്തിരിക്കുന്നു? ഒറ്റമൊട്ടത്തിൽ ഒന്നുമില്ലെന്ന് തോന്നുന്നു. പക്ഷേ ഇതൊരു കെണിയാണ്. അവൻ ഒരു വിധത്തിൽ രക്ഷപ്പെടാനാവാത്ത കെണി. 2 ഉത്തരങ്ങളെ നമ്മുടെ ചോദ്യത്തിന് പറയാനുള്ളൂ. 2 ഉത്തരങ്ങൾ. ഏതു പറഞ്ഞാലും അവന്റെ കാര്യം പോക്ക് തന്നെ. അവന് മരണശിക്ഷ ഉറപ്പ്, മരണം ഉറപ്പ്. നിങ്ങൾ എന്തുദ്ദേശമാണ് അവന് മരണം ഉറപ്പെന്ന് പറയുന്നത്? അത് പറയാൻ സമയമായിട്ടില്ല. വരിൻ. ഒരു ദൈവപുത്രൻ. ദൈവപുത്രൻ വന്നിരിക്കുന്നത് നിയമത്തെയും പ്രവാചകരെയും ഇല്ലാതാക്കാനല്ല, പൂർത്തീകരിക്കാനാണ്. അവിടുന്ന് ചുങ്കക്കാരോടും പാപികളോടും അടുത്തിടപഴകുന്നു. സമുദായം ആട്ടിപ്പായിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്നവരോട് കൂട്ടുകൂടുന്നു. അങ്ങ് ഞങ്ങൾക്ക് മാതൃക കാണിക്കേണ്ടതിന് അവിടുന്ന് പാപികളുമായുള്ള സഹവാസം ഉപേക്ഷിക്കുകയല്ലേ വേണ്ടത്? നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുകളുണ്ടെന്ന് വിചാരിക്കുക. മേയാൻ വിട്ട അവയിൽ ഒന്നിനെ നഷ്ടപ്പെട്ടാൽ നിങ്ങളിൽ എത്ര പേർ അതിനെ അന്വേഷിക്കാതിരിക്കും? 99നെയും മരുഭൂമിയിൽ വിട്ടിട്ട് നിങ്ങൾ അതിനെ തേടിപ്പോകും. അതിനെ കണ്ടുമുട്ടുവോളം നിങ്ങൾ അന്വേഷിക്കും. തിരിച്ചു കിട്ടിയാൽ അതിനെയും തോളിലേറ്റിക്കൊണ്ട് സന്തോഷത്തോടെ വീട്ടിലെത്തും. കൂട്ടുകാരെയും അയൽക്കാരെയും വിളിച്ചു വരുത്തി നിങ്ങൾ പറയും, എന്റെ കൂടെ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയ കുഞ്ഞാടിനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. നഷ്ടമായതിനെ തിരിച്ചു കിട്ടുമ്പോൾ സ്വർഗത്തിലിരിക്കുന്ന പിതാവും സന്തോഷിക്കും. ഗുരു, ഈ സ്ത്രീ യഹൂദകുലത്തിന് അപമാനമാണ്. ഇവളുടെ ഭർത്താവ് ഇവളെ പ്രാണനതുല്യം സ്നേഹിക്കുന്നവനും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുന്നവനുമാണ്. എന്നിട്ടും ഇവൾ ഭർത്താവിനെ വഞ്ചിക്കുന്നു, പരപുരുഷന്മാരെ പ്രാപിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഇവളെ കൈയോടെ പിടികൂടി ഇവിടെ കൊണ്ടുവന്നു. ഇവൾക്ക് എന്ത് ശിക്ഷ കൊടുക്കണം പറഞ്ഞാലും. ശ്രേഷ്ഠരായ യഹൂദ ജനമേ, കാര്യങ്ങളുടെ കിടപ്പ് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇനി നിങ്ങൾ തന്നെ പറയൂ, ഗുരു ഇതിനുത്തരം തരേണ്ടതല്ലേ? ഗുരു, അങ്ങ് എന്ത് പറയുന്നു? ഇവളെ എന്ത് ചെയ്യണം? ഇവളെ കല്ലെറിയണോ വേണ്ടയോ? നിങ്ങൾ തന്നെ പറയൂ, ഇവളെ കല്ലെറിയണമോ വേണ്ടയോ? ഗുരു പറഞ്ഞാലും ഇവളെ എന്ത് ചെയ്യണം? ഗുരു, അങ്ങ് ഇനിയും മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. നീ എന്തുത്തരം പറയുമെന്ന് എനിക്കൊന്നറിയണം. ഇതോടെ നീ ആരാണെന്ന് ജനം അറിയും. ഇവളെ കല്ലെറിഞ്ഞു കൊല്ലാനാണ് നീ വിധിക്കുന്നതെങ്കിൽ യഹൂദരെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ ചക്രവർത്തി പീലാത്തോസിന് മാത്രമേ അധികാരമുള്ളൂ എന്നിരിക്കെ ആ അധികാരം നീ പ്രയോഗിച്ചാൽ പീലാത്തോസിന്റെ ഭടന്മാർ നിന്നെ കഴിവിലേറ്റും. ഇനി നിനക്കെങ്ങാനും കരുണ തോന്നി ഇവളെ വെറുതെ വിടാനാണ് കൽപ്പിക്കുന്നതെങ്കിൽ മോശയുടെ കൽപ്പന ലംഘിച്ചു എന്ന കുറ്റത്തിന് പുരോഹിതനായ കയ്യാഫാസിന്റെ ഭടന്മാർ നിന്നെ തൂക്കിലേറ്റും. നീ പറയുന്ന വിധി എന്തു തന്നെയായാലും നിനക്ക് മരണം ഉറപ്പ്. യഹൂദ രാജാവിന്റെ കഥ ഇതോടെ തീരും. ഇവളുടെ മേലുള്ള വിധി എന്ത് എന്നല്ലേ നിങ്ങൾക്കറിയേണ്ടത്? അതെ, അതുതന്നെ. ഇവിടെ കല്ലെറിഞ്ഞു കൊല്ലണോ വെറുതെ വിടണോ? പാപം ചെയ്തു എന്ന് നിങ്ങൾ പറയുന്ന ഇവളെ ശിക്ഷിക്കണം എന്നല്ലേ? അതെ, അത് തന്നെ.
പാപിയെ കല്ലെറിഞ്ഞ് കൊല്ലണം. കൊല്ലണം, 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 കല്ലെറിഞ്ഞ് കൊല്ലണം. ഈ പാപിയെ കല്ലെറിഞ്ഞ് കൊല്ലണം. പാപിയെ ശരി, നിങ്ങൾക്ക് ഇവിടെ കല്ലെറിയാം. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യത്തെ കല്ലെറിയട്ടെ. എത്ര നാളായി ഒന്ന് കണ്ടിട്ട്. ഇന്നലെയല്ലേ ഞാൻ വന്നു പോയത്? അയ്യോ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഈ തമാശയാണ് എന്റെ ഹരം. സുഖിപ്പിക്കല്ലേ. ശ്ശോ, എനിക്ക് നാണാവുന്നു. വിട്. പാപം ചെയ്യാത്തവർ പറഞ്ഞെന്നെ പറ്റിക്കാണല്ലേ. സത്യമായും അല്ല പൊന്നെ. സ്വന്തം ഭാര്യ കൊന്ന ആളല്ലേ. പതുക്കെ പറ, അത് നീ പറഞ്ഞിട്ടല്ലേ ചെയ്തത്. പാപം ചെയ്യാത്തവർ നിങ്ങൾ യഹൂദ പ്രമാണത്തെയാണ് ലംഘിക്കുന്നത്. മോശയുടെ നിയമത്തെയാണ് ധിക്കരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഇത് അനുഭവിക്കേണ്ടി വരും. മോശയുടെ നിയമം പാലിക്കൻ. എറിയൻ, 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 എറിയൻ. മോശയുടെ നിയമം നിങ്ങൾ പാലിക്കൻ, പാലിക്കൻ, എറിയൻ. പറഞ്ഞത് കേൾക്കൂ. എറിയൻ, പാലിക്കൻ, എറിയൻ, എറിയൻ. സ്ത്രീയെ, അവർ നിന്നെ വിധിച്ചില്ലേ? ഇല്ല ഗുരു, ഇല്ല. ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഞാൻ പാപിയാണ് ഗുരു, കൊടും പാപി. പ്രവാചക നിയമങ്ങളെ ലംഘിച്ച പാപിയാണ് ഞാൻ. ഭർത്താവിനെ ഞാൻ വഞ്ചിച്ചു, കുടുംബത്തെ ഞാൻ വഞ്ചിച്ചു. എല്ലാവരാലും വെറുക്കപ്പെട്ടവളാണ് ഞാൻ. എല്ലാവരാലും വെറുക്കപ്പെട്ടവളാണ്.
ധർമ്മത്തെയും കുലത്തെയും മാനം കെടുത്തിയവളാണ് ഞാൻ. ഈ പാപനെ അങ്ങ് ശിക്ഷിക്കാത്തതെന്ത്, വിധിക്കാത്തതെന്ത് ഗുരു? എല്ലാവരും കല്ലെറിയാൻ നിൽക്കെ അങ്ങ് മാത്രം എന്നോട് ക്ഷമിച്ചതെന്ത്? എല്ലാവരും വെറുക്കുന്ന പാപം ചെയ്തവളല്ലേ ഞാൻ. എന്നിട്ടും അങ്ങെന്നോട് പുറത്തു, അങ്ങെന്നോട് പുറത്തു. അങ്ങയുടെ കാരുണ്യം എന്നെ രക്ഷിച്ചു. മകളെ, എന്തിന് നീ പാപം ചെയ്തു? ഗുരു, ഭൗതിക സുഖത്തിന് വേണ്ടി നീ എന്തിന് ആത്മാവിനെ നഷ്ടപ്പെടുത്തി? നിനക്ക് രക്ഷ പ്രാപിക്കണ്ടേ? മേലിൽ നീ പാപം ചെയ്യരുത്. ഇല്ല ഗുരു, മേലിൽ ഞാൻ പാപം ചെയ്യില്ല. മേലിൽ ഞാൻ പാപം ചെയ്യില്ല. എന്നോട് ക്ഷമിക്കൂ ഗുരു. മേലിൽ ഞാൻ പാപം ചെയ്യില്ല.